നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി പെരുമണ്ണൂരിൽ റോഡിന് കുറുകെ മരം പൊട്ടി വീണു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. റോഡിൽ 1 മണിക്കൂറിലധികം സമയം ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് നാട്ടുകാരും ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തി മരം വെട്ടിനീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പട്ടാമ്പിയിൽ സ്വകാര്യ ധന ഇടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരി തീ കൊളുത്തി പൊള്ളലേറ്റ് മരിച്ചു. ഓങ്ങല്ലൂർ വാടാനംകുരിശി ഷിതയാണ് മരിച്ചത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് സ്ഥാപനത്തിലെ ശുചിമുറിയിൽ വെച്ചാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പിയിലെ രാധാകൃഷ്ണ ഫിനാൻസിലെ ജീവനക്കാരി ഓങ്ങല്ലൂർ വാടാനംകുരിശി വടക്കേപ്പുരക്കൽ ഷിതയാണ് മരിച്ചത്. 37 വയസ്സാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം സ്ഥാപനത്തിലെ ശുചിമുറിയിൽ തീപ്പൊള്ളലേറ്റ നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു മരണം. ശുചിമുറിയിൽ കയറി വാതിലടച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. പൊള്ളലേറ്റ ഷിതയെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആത്മഹത്യ തന്നെയാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ മരണകാരണം വ്യക്തമല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗിരീഷാണ് ഭർത്താവ്. ദേവാഞ്ജന, സഞ്ജയ് എന്നിവർ മക്കളാണ്. വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ പട്ടാമ്പി പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി. ഓങ്ങല്ലൂർ പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ ത്വാഹ മുഹമ്മദിനാണ് മർദ്ദനമേറ്റതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഓങ്ങല്ലൂർ പാറപ്പുറം സെന്ററിൽ നിന്നും ബൈക്കിൽ പോകുന്ന 2 പേരെ പട്ടാമ്പി പോലീസ് കൈകാട്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ നിർത്താതെ തൊട്ടടുത്ത വീട്ടിൽ വണ്ടി നിർത്തി കടന്നു കളഞ്ഞു. വണ്ടി പിന്തുടർന്നെത്തിയ പോലീസ് വീടിന്റെ അകത്തുനിന്നും പുറത്തേക്ക് വന്ന പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ താഹ മുഹമ്മദിനെ മർദ്ദിച്ചുവെന്നാണ് വീട്ടുകാരുടെ പരാതി. 16 വയസ്സുകാരനായ തന്റെ മകനല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും വീട്ടുകാരുടെ മുന്നിൽ വെച്ചായിരുന്നു പോലീസ് ആളുമാറി തല്ലിയതെന്നുമാണ് രക്ഷിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കുട്ടികൾ എന്തിനു തച്ചു, എന്താവശ്യത്തിന് നിങ്ങൾ തച്ചു? കാരണം പറഞ്ഞു, എന്റെ കുട്ടി വല്ല തെറ്റും ചെയ്തെന്ന് ഞാൻ അംഗീകരിക്കാം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടികളെ ഒരു 30 സെക്കൻഡായിട്ടുള്ള എന്റെ കുട്ടി ഉണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടികൾ ഷോൾഡറിൽ കുപ്പായത്തിന്റെ ഇത് വെച്ച് പുറത്തേക്ക് വലിച്ചിറക്കിയിട്ട് കഴുത്ത് പിടിച്ചിട്ട് ഇയാളുടെ വണ്ടി നിർത്തി കയറിയതെന്ന് ചോദിച്ചിട്ട് ഇവനെ മോന്തൊക്കെ അടിക്കുക, കഴുത്ത് പിടിച്ച് പോക്കുക. ഇയാൾ ആരാത് ഇതിനൊക്കെ? അത് എന്റെ കുട്ടികളെ കൊലക്കുറ്റം ചെയ്തോ? വല്ലവരും കത്തിയിട്ട് കുത്തിയിട്ടൊന്നല്ല എന്റെ വീട്ടിലേക്ക് വന്നത്. വണ്ടി എന്റെ കുട്ടി നീച്ചിട്ട് ഒരു പച്ച വെള്ളം കുടിക്കാതെ പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടീനെയാണ് ഇയാൾ കാട്ടിക്കുന്നത്. തുടർന്ന് കുട്ടിയെ പട്ടാമ്പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസിനെതിരെ പ്രതിഷേധവുമായി തടിച്ചുകൂടി. സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. അത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാർ ഒരിക്കലും സഹിക്കൂല. ഇതിനെതിരെ നല്ലൊരു പ്രതിഷേധം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. എത്തേണ്ട നിയമ നടപടികൾ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടത്തുന്നത് വരെ ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും, നിയമത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ സഹോദരൻ്റെ വീട്ടിൽ കയറിയിട്ട് ഇതുപോലെയുള്ള അക്രമം കാണിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥരെ, ഇതിൽ തെറ്റാണ് എൻ്റെ കുട്ടി ചെയ്തതെന്ന് എങ്കിൽ പോലും ഇത് ചെയ്ത് സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അടിക്കുക എന്നുള്ളത് എത്രത്തോളം ക്രൂരമായ, അതും ഈ ഒരു വിദ്യാർത്ഥിയായ കുട്ടിയെ എത്രത്തോളം ക്രൂരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളതെന്ന് മാധ്യമപ്രവർത്തകരൊന്ന് ചിന്തിച്ചാൽ മതി. പട്ടാമ്പി പോലീസിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതായി വീട്ടുകാർ പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇത് വിശദമായി പരിശോധിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. കൊപ്പം പുതിയ റോഡിൽ മരം കയറ്റി വന്നിരുന്ന ലോറി മറിഞ്ഞ് അപകടം. ആളപായമില്ല. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം പുതിയ റോഡിന് സമീപമാണ് മരം കയറ്റി വന്നിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കൊപ്പം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് മരത്തടികളുമായി വരികയായിരുന്നു ലോറി. തൃത്താലക്കൊപ്പം പുതിയ റോഡ് പാടത്തിന് സമീപത്തു വെച്ച് നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നു. ഡ്രൈവർ ഇറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. അപകടത്തെ തുടർന്ന് ചെറിയ തോതിൽ പാതിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോറി പോസ്റ്റിലിടിച്ച് റോഡരികിലേക്ക് മറിഞ്ഞു. വൈദ്യുത പോസ്റ്റും തകർന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മോഡലിംഗ് ചിത്രങ്ങളിൽ കഥകളി വേഷത്തെ അപഹസിക്കും വിധം ചിത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലം രംഗത്ത്. മോഡലിംഗ് ചിത്രങ്ങളിൽ കഥകളി വേഷത്തെ ഇകഴ്ത്തും വിധം പ്രചരണം നടത്തിയതിനെതിരെയാണ് കലാമണ്ഡലം കലാകാരന്മാർ ഒന്നടങ്കം രംഗത്ത് വന്നത്.
കഥകളിയെ മോശമാക്കുന്ന തരത്തിൽ തലയിൽ കിരീടം വയ്ക്കുകയും ചുട്ടിക്കുത്തുകയും അർദ്ധനഗ്ന സ്ത്രീകളും ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളും മോഡലായ ചിത്രങ്ങളാണ് സാമൂഹിക ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാകാരന്മാരും ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തി. മഹത്തായ കഥകളി പാരമ്പര്യത്തെ താഴ്ത്തിക്കെട്ടിയതിന് നടപടിയെടുക്കണമെന്ന് ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് കഥകളി കലാകാരന്മാരും കലാമണ്ഡലവും രംഗത്തെത്തിയത്. കലാമൂല്യങ്ങൾക്കെതിരായ കടന്നുകയറ്റത്തിനെതിരെ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. ലോകം മുഴുവൻ അംഗീകരിച്ച കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഗ്രാഫറായ ജ്യോതിഷ് ലാലും അദ്ദേഹത്തിൻ്റെ മോഡലായ സോനിക മീനാക്ഷിയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഥകളിയെ മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതായി കണ്ടു. കഥകളിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷന് വേണ്ടി ആവശ്യപ്പെടുന്നു. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം, എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. കഠിനമായ ചിട്ടകളിലൂടെ ഇത്തരം കലാരൂപങ്ങൾ പഠിച്ചെടുക്കുന്നവരെ ഇത്തരം കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ടിവിയിൽ കഥകളി രൂപം വെച്ച് ആഭാസ നൃത്തം ചിത്രീകരിച്ച ഒരു പരസ്യത്തിനെതിരെ കലാമണ്ഡലം രംഗത്തുവരികയും തുടർന്ന് പരസ്യം പിൻവലിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ ഗെയിംസിൽ കഥകളിയെ അവഹേളിച്ചുകൊണ്ട് വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനെതിരെയും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിർത്തിവെച്ചിരുന്നു. ഈ സംഭവത്തിലും അസോസിയേഷൻ പരാതി നൽകുമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു. CCTV ന്യൂസ് തളി. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. ദുരന്തമുഖത്തുള്ള വയനാടിന് കൈത്താങ്ങാകാൻ കപ്പയും മീനും വിളമ്പി ഡിവൈഎഫ്ഐ ചാലിശ്ശേരി മേഖലാ കമ്മിറ്റി. കപ്പയും മീനും കഴിച്ചവർ കടയിൽ സ്ഥാപിച്ച പെട്ടിയിൽ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ചാണ് മടങ്ങിയത്. ചാലിശ്ശേരി സെന്ററിൽ ഒരുക്കിയ താൽക്കാലിക പന്തലിൽ വൈകിട്ട് 3 മണിക്ക് ആരംഭിച്ച് രാത്രി 8 മണി വരെയായിരുന്നു ഭക്ഷണ വിതരണം. ഏതാനും മണിക്കൂറുകൾ മാത്രം പ്രവർത്തിച്ച തട്ടുകടയിൽ നിരവധി പേർ ചായ കുടിക്കാനെത്തി. ടെറസ് മുഹമ്മദ്ക്കായുടെ ടെറസ് വീട് പൊളിച്ചുമാറ്റി. ഓർമ്മയായത് വടക്കേ കോതച്ചിറയിലെ ആദ്യത്തെ കോൺക്രീറ്റ് വീട്. ഒരു വീട് പൊളിച്ചു നീക്കുന്നതിൽ വലിയ വാർത്തയൊന്നുമില്ല. എന്നാൽ ടെറസ് മുഹമ്മദ്ക്കാടെ വീട് പൊളിച്ചതിൽ കോതച്ചിറക്കാർക്ക് അല്പം കാര്യമുണ്ട്. 45 വർഷമായി കോതച്ചിറക്കാർ ചെമ്പത്ത് മുഹമ്മദിനെ ടെറസ് മുഹമ്മദ്ക്ക എന്നേ വിളിക്കാറുള്ളൂ. അതിന് പ്രത്യേകമൊരു കാരണമുണ്ട്. വടക്കേ കോതച്ചിറയിലെ ആദ്യത്തെ കോൺക്രീറ്റ് വീടാണ് മുഹമ്മദിൻ്റേത്. മുഹമ്മദ് 1963 മുംബൈയിലേക്കും 1 വർഷം കഴിഞ്ഞ് ഗൾഫിലേക്കും ജോലി തേടി പോയിരുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തി. 1978 ഗൾഫുകാരനായി നാട്ടിലെത്തിയ മുഹമ്മദ് വടക്കേ കോതച്ചിറയിൽ ആദ്യത്തെ ടെറസ് വീട് നിർമ്മിച്ചു. അന്ന് വാർപ്പുവീട് നിർമ്മിക്കാൻ നാട്ടിൽ പരിചയസമ്പന്നരായവരെ കിട്ടിയിരുന്നില്ല. പുറംനാട്ടുകാരനായ ഒരു മേസ്ത്രിയായിരുന്നു മുഖ്യ കരാറുകാരൻ. വീടുപണി കാണാൻ അയൽഗ്രാമങ്ങളിൽ നിന്നുപോലും ധാരാളം നിർമ്മാണ തൊഴിലാളികൾ എത്തിയിരുന്നതായി മുഹമ്മദ് പറയുന്നു. 1979 വീടിന്റെ നിർമ്മാണം കഴിഞ്ഞ് താമസം തുടങ്ങിയത്. 45 വർഷം കഴിഞ്ഞ വീട് പൊളിച്ചു നീക്കുമ്പോഴും വീടിന് കാര്യമായ ബലക്കുറവ് ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു. സൗകര്യങ്ങളുടെ പോരായ്മയാണ് പുതിയ വീടുണ്ടാക്കാൻ മക്കളെ പ്രേരിപ്പിച്ചതെന്നും മുഹമ്മദ് പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല.
പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് ഇസ്മായിൽ വിളയൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. ടൗണിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് വാഹനം ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് UDF പട്ടാമ്പിൽ പ്രകടനം നടത്തിയത്. ഇതിനിടെ യൂത്ത് ലീഗ് നേതാവ് ഇസ്മായിൽ വിളയൂർ പോലീസ് വാഹനത്തിന് അക്രമം നടത്തിയെന്നാണ് കേസ്. ഇതിലാണ് ഇസ്മായിലിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ പൊതുമുതൽ നശിപ്പിച്ചെന്ന കള്ളക്കേസ് ചുമത്തിയാണ് മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂരിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് പട്ടാമ്പി ടൗണിൽ പ്രകടനം നടത്തി. KTA ജബ്ബാർ, CA സാജിദ്, PM മുസ്തഫ തങ്ങൾ, KA റഷീദ്, KM മുജീബുദ്ദീൻ, ഹനീഫ കൊപ്പം, ഷബീർ തോട്ടത്തിൽ, PKM ഷെഫീഖ്, PM സൈഫുദ്ദീൻ, MK മുസ്താഖ്, ഹംസ കൈപ്പുറം, ഷെഫീഖ് പരുവക്കടവ്, ഷിഹാബ് കരിമ്പുള്ളി, VPM ഇഹ്സാൻ, മൻസൂർ പാലത്തിങ്കൽ, റിയാസ് നമ്പ്രം, ഷക്കീർ കൊടലൂർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.